മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഇക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ചിത്രം OTTയിലേക്ക് എത്തുകയാണ്. മലയാളത്തിന്റെ ഓണം റിലീസായി ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മലയാളത്തിലെ ആദ്യ 300 കോടി ക്ലബ്ബ് ചിത്രവും ഇതാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇത് ഇപ്പോൾ OTTയിലേക്ക് എത്തുകയാണ്. മലയാളത്തിന്റെ ഓണം റിലീസായി ഓഗസ്റ്റ് 28-നായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെയാണ് എത്തിയതെങ്കിലും ചിത്രത്തിന്റെ പരസ്യ മെറ്റീരിയലുകൾ വലിയ പ്രേക്ഷക ശ്രദ്ധ തന്നെ നേടിയിരുന്നു. എന്നാൽ റിലീസ് ദിനത്തിൽ തന്നെ മസ്റ്റ് വാച്ച് എന്ന അഭിപ്രായം നേടാൻ ചിത്രത്തിന് സാധിച്ചു. ഇന്നലെയാണ് ചിത്രം 300 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചതായ ഔദ്യോഗിക പ്രഖ്യാപനവും എത്തിയത്. മലയാളത്തിലെ ആദ്യ 300 കോടി ക്ലബ്ബ് ചിത്രവുമാണിത്. അതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് പ്രഖ്യാപനവും എത്തിയത്. ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയം നേടി തുടരുമ്പോൾ ലോക ഉടൻ OTTയിൽ എത്തുമെന്ന പ്രചരണം സോഷ്യൽ മീഡിയയിൽ നേരത്തെ നടന്നിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്നും ചിത്രം ഉടനൊന്നും OTTയിൽ എത്തില്ലെന്നും അറിയിച്ച് നിർമ്മാതാവ് ദുൽഖർ സൽമാൻ തന്നെ രംഗത്തും എത്തിയിരുന്നു. ചിത്രം റിലീസിന്റെ 50-ാം ദിനത്തിലേക്ക് അടുക്കുമ്പോഴാണ് OTT റിലീസ് പ്രഖ്യാപനം എത്തിയത്. പ്രമുഖ പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ലോക എത്തുക. ഒക്ടോബർ 20-നാണ് ലോക എത്തുന്നത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി പതിപ്പുകളിലും ചിത്രം എത്തിയിരുന്നു. ഇതിൽ മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക് പതിപ്പുകളും മികച്ച പ്രതികരണം നേടി. പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം ലോകയുടെ തമിഴ് പതിപ്പ് ഇന്ത്യയിൽ നിന്ന് 16.44 കോടി നെറ്റ് കളക്ഷനും തെലുങ്കു പതിപ്പ് 13.74 കോടി നെറ്റും നേടിയിരുന്നു. 3.74 കോടി നെറ്റാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇന്ത്യയിൽ നിന്നും നേടിയത്. അതേസമയം ആദ്യ ചാപ്റ്റർ കൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടുമിക്ക പ്രേക്ഷകർക്കിടയിലും കാത്തിരിപ്പ് സൃഷ്ടിച്ച ഫ്രാഞ്ചൈസിയായി ലോക മാറിയിട്ടുണ്ട്. ടൊവിനോ തോമസ് നായകനാവുന്ന ചാത്തനായിരിക്കും ഫ്രാഞ്ചൈസിയിലെ അടുത്ത ചിത്രം. പിന്നീട് ദുൽഖർ സൽമാൻ നായകനാവുന്ന ഒടിയനും മമ്മൂട്ടി നായകനാവുന്ന മൂത്തോനും എത്തും. ചാത്തൻ എന്നെത്തുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.